പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 11 തീയതി ഹല്ലേലൂയ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. കർത്താവിന് കരമുയർത്തി നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അപ്പം ഞങ്ങൾ എഴുന്നേറ്റതല്ല, കർത്താവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാണ്. ഞങ്ങൾ ഉണർന്നതല്ല, അപ്പം ഞങ്ങളെ ഉണർത്തിയതാണ്. അപ്പം ഞങ്ങൾ ഇന്നായിരിക്കുന്നത് അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. അങ്ങയുടെ ആ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നതിന് സ്തോത്രം, ഇതുവരെ എത്തിച്ചതിന് സ്തോത്രം. ഞങ്ങൾക്ക് നേടിയതല്ല, എല്ലാം അപ്പം ഞങ്ങൾക്ക് ദാനമായി തന്നതാണ്. അങ്ങയുടെ ദാനമല്ലാത്തതായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. സർവ്വദാനങ്ങൾക്കും നന്ദി. അങ്ങ് തന്ന സകല നന്മകൾക്കും നന്ദി. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവകൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവാ, അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. ഓ താങ്ക് യു ജീസസ്. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അപ്പം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആയുസ്സിനായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനായിട്ട് സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് തന്ന സമൃദ്ധിക്കായിട്ട് സ്തോത്രം, അങ്ങ് ദിനവും ഞങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിനായിട്ട് സ്തോത്രം, നല്ല വസ്ത്രങ്ങൾക്കായിട്ട് സ്തോത്രം, നല്ല ഭവനങ്ങൾക്കായിട്ട് സ്തോത്രം, നല്ല വാഹനങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാ നന്മകൾക്കും ഞങ്ങളുടെ കാര്യങ്ങളെ ഉയർത്തി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് തന്നതല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. എല്ലാ ദാനങ്ങൾക്കും നന്ദി, എല്ലാ കൃപകൾക്കും നന്ദി, സർവ്വ അനുഗ്രഹങ്ങൾക്കും ഈ പ്രഭാതം ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പാ ഈ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇവരെ അനുഗ്രഹിച്ചാട്ട്, ഇവരുടെ മേൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ, അങ്ങയുടെ സാന്നിധ്യം ഇവരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുവാൻ തക്കണം അങ്ങ് ഇവരെ ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് ഇവരെ കർത്താവ് തിരഞ്ഞെടുത്തതിനായിട്ട് അപ്പയ്ക്ക് സ്തോത്രം. അപ്പം അങ്ങ് ഇവരെ തിരഞ്ഞെടുത്തതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം അങ്ങയുടെ സ്പെഷ്യൽ ബ്ലെസ്സിങ് അപ്പം ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾക്ക് രണ്ടിനും വേദനയായിട്ട് നടക്കുവാൻ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പം അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കാര്യം അവരുടെ മേൽ വെച്ചതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആ കാൽമുട്ട് വേദന മാറട്ടെ. സർജറി വേണമെന്ന് പറഞ്ഞ കേസുകൾ, ആമേൻ, സർജറി വേണമെന്ന് പറഞ്ഞ കേസുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് വേദനയാണ് ഭാരപ്പെടുന്നു, അതും സർജറി വേണം. ഡോക്ടർമാർ പല ട്രീറ്റ്മെൻറ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്ന കേസുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതും സൗഖ്യമാകട്ടെ. അപ്പോൾ അതും സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കിഡ്നികൾ ഫെയിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങ് പുതിയത് നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം. അപ്പോൾ അങ്ങ് പുതിയത് തരുന്ന ദൈവമാകിയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ 2 പുതിയ കിഡ്നികൾ തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. താങ്ക് യു. അത്ഭുതം നടന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ഇപ്പോൾ നടക്കട്ടെ. യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ആമേൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. മുടി പൊഴിഞ്ഞ് ആമേൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ അത്ഭുതമായ വിടുതൽ ഉണ്ടാകണമേ. ആ മുടി കൊഴിച്ചിൽ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. അത്ഭുതം നടന്നിരിക്കുന്നതിന് നന്ദി. അതുപോലെ കഥാവെ ഈ കുഞ്ഞുങ്ങളുടെ മറ്റെന്ത് ആവശ്യമാണെങ്കിൽ
അപ്പോൾ അവരോട് കരുണ തോന്നിയിരിക്കുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് ഈ ജനത്തോട് കരുണ തോന്നിയിരിക്കുന്നതിന് സ്തോത്രം. ഇന്നത്തെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു ഈ ജനത്തോട് യേശുവിൻ്റെ നാമത്തിൽ അപ്പയ്ക്ക് കരുണ തോന്നിയിരിക്കുന്നതിന് സ്തോത്രം. അവരുടെ വിഷയങ്ങളിൽ ഇന്നു പകൽ അത്ഭുതം നടക്കേണ്ടത്, ഇന്നു പകൽ ഡെലിവറൻസ് ഉണ്ടാകേണ്ടത്, ഇന്നു പകൽ മറുപടി ലഭിക്കേണ്ട വിഷയങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മറുപടി വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ലോകത്തെമ്പാടും അങ്ങയുടെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ രക്തത്തിൽ മറവിലവരെ ആക്കണം. പ്രത്യേകിച്ച് പീഡനങ്ങളുടെ നടുവിലൂടെയൊക്കെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ ഇന്ത്യൻ സമയം രാവിലെ 8 മണിക്ക് നമ്മുടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നാളത്തെ മീറ്റിംഗ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുപ്പിക്കണം. ഒരാൾ പോലും സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. ആമേൻ. കർത്താവിന് ഇന്നേ ഒരുങ്ങണം. ഇന്നേ മനസ്സുകൊണ്ട് നമ്മൾ ഒരുക്കമുള്ളവരും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പറയുകയും ചെയ്യണം. രക്തസ്രവക്കാരി സ്ത്രീ അവൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴേ പറഞ്ഞു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തുമ്പിൽ തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അതുപോലെ നമ്മൾ ഇന്ന് തന്നെ പറയണം, ഈ സെപ്റ്റംബർ 12 വെള്ളിയാഴ്ചത്തെ സഭായോഗം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് ഡിക്ലെയർ ചെയ്യണം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത്. ആ മീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായിരിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആഴ്ചത്തെ സഭായോഗത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്ക് ആക്കി തീർക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. 2 തിമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നത്, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവനെ എന്നേക്കും മഹത്വം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ആ വാക്യം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട്, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ രാജ്യത്തിനായി, തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. ആ കർത്താവിന് എന്നേക്കും മഹത്വം. ആമേൻ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആത്മീക പുത്രനായ തിമോത്തിയോസിനെ താൻ വിടവാങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ആമേൻ എഴുതുന്ന ലേഖനമാണ് ഈ ലേഖനങ്ങളൊക്കെ. ഇത് കാരാഗ്രഹത്തിൽ നിന്നാണ് എഴുതുന്നത്. തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. അവിടെയും വളരെ പ്രതീക്ഷയോടെ, വളരെ വിശ്വാസത്തോടെ, ഉറപ്പോടെ ഡിക്ലെയർ ചെയ്യുകയാണ്, എന്നെ ദൈവം എല്ലാ ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും, ശത്രുവിൻ്റെ സകല പദ്ധതികളിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കുകയും എന്നെ സൂക്ഷിക്കുകയും ചെയ്യും. പ്രിസർവ് മീ, എന്നെ സൂക്ഷിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് ഈ വചനത്തിൽ 2 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഒന്ന്, അവൻ ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പറയാമോ, കർത്താവ് എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിനകത്താണോ ഇരിക്കുന്നത് അതിനകത്ത് കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറ, കർത്താവ് എന്നെ വിടുവിക്കുന്ന ദൈവമാണ്, കർത്താവ് എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ആമേൻ. സങ്കീർത്തനം 34:19 ഇങ്ങനെ പറഞ്ഞു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അതിനെല്ലാത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കുന്നു. അപ്പം കർത്താവ് നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ചുറ്റും ശത്രുവിൻ്റെ പദ്ധതികൾ ഒത്തിരിയുണ്ട്. ചുറ്റും ദുഷ്ടൻ്റെ പ്ലാനുകൾ, അവൻ ദുഷ്ടൻ നമ്മളെ കണ്ട് പദ്ധതികളൊക്കെ ചമച്ചു വെച്ചിരിക്കുക. അവൻ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതിനകത്തുനിന്ന് എല്ലാത്തിനകത്തുനിന്നും കർത്താവ് എന്നെ വിടുവിക്കും. ഇന്ന് പകൽക്കാലം ഒരു ദൈവവൈതലിൻ്റെ ഉറപ്പിതാണ്. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ഉറപ്പാണ്. ശത്രുവിൻ്റെ പദ്ധതികൾ നമുക്ക് ചുറ്റിലും ഉണ്ടാകാം. നിൻ്റെ വശത്ത് 1000 പേരും വീഴും, നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും. എങ്കിലും അതൊന്നും നിന്നോട് അടുത്ത് വരത്തില്ല. കർത്താവ് എന്നാ ചെയ്യും? അതിനകത്തൊന്നൊക്കെയും എന്നെ വിടുവിക്കും. ഈ പ്രഭാതക്കാലം ഉയർത്തി പറയാമോ, കർത്താവ് അതിനകത്തൊന്നൊക്കെയും എന്നെ വിടുവിക്കും. ഇനി അതുമാത്രമല്ല, അവൻ എന്നെ സംരക്ഷിക്കും, അല്ലെങ്കിൽ എന്നെ സൂക്ഷിക്കും, പ്രിസർവ് ചെയ്യും. അവൻ ആ പദം അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്താ പറയുന്നത്? വിടുവിച്ച് സ്വർഗീയ രാജ്യത്തിനായി എന്നെ രക്ഷിക്കും, അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യും, സൂക്ഷിച്ചു വെക്കും. ഇന്ന് പ്രഭാതത്തിൽ അവൻ നമുക്ക് ഒരു ഉറപ്പ് പറയാം, കർത്താവ് എന്നെ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും.
നിൽക്കും. ഹല്ലേലൂയ. അവൻ്റെ രാജ്യത്തിന് വേണ്ടി അവൻ നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അവൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മളെ സൂക്ഷിക്കും. ശത്രു എന്തൊക്കെ പദ്ധതികൾ ഇട്ടാലും അതിനകത്തു നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അവൻ നമ്മളെ സൂക്ഷിക്കും. അതാണ് യൂദായുടെ ലേഖനം 24 വാക്യത്തിൽ പറയുന്നുണ്ട്, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ സന്നിധിയിൽ, തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള. എങ്ങനെ നിർത്താൻ? ആനന്ദത്തോടെ. എല്ലാവരും പറ, ആനന്ദത്തോടെ നിർത്തുവാൻ. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ഈ കർത്താവ് മതിയായവൻ. അതുകൊണ്ട് ഇത് പൗലോസിൻ്റെ മാത്രം ജീവിതമല്ല, ഇറ്റ് ഈസ് അബൌട്ട് അവർ ഡെയിലി വോക്ക്. നമ്മുടെ ജീവിതത്തിലും അനുദിനം നമുക്കും പറയാൻ കഴിയും, എൻ്റെ കർത്താവ് ഹല്ലേലൂയ. ശത്രു പല പദ്ധതികളൊക്കെ നോക്കും, അവൻ വീഴിക്കാൻ നോക്കും, ശരീരത്തെ നോക്കും, കുടുംബത്തെ നോക്കും, ജോലിയെ നോക്കും, മറ്റ് എല്ലാത്തിനും നോക്കും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ കൈ ശക്തമാണ്. എൻ്റെ കർത്താവിൻ്റെ കൈ എന്നെ വിടുവിക്കുകയും എന്നെ സംരക്ഷിക്കുകയും എന്നെ സൂക്ഷിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യുവാനുള്ളത്. ഇങ്ങോട്ട് നോക്കി, ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ദൈവം നമ്മളെയും സംരക്ഷിക്കുകയും ഹല്ലേലൂയ നമ്മളെയും ആമേൻ വിടുവിക്കുകയും ചെയ്യുന്ന കർത്താവ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളെന്നും കർത്താവിൻ്റെ ആ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം. പറഞ്ഞു, കർത്താവ് എൻ്റെ ഡെലിവറൻസാണ്. ആമേൻ. നമുക്കൊരു കിങ്ഡം മൈൻഡ് ഉണ്ടാകണം. ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി. അപ്പം കർത്താവ് നമ്മളെ അതിനുവേണ്ടി പ്രിസർവ് ചെയ്യും. അവൻ എല്ലാത്തിനും കർത്താവിന് എന്ത് ചെയ്യണം? മഹത്വം കൊടുക്കാൻ തയ്യാറാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളെ വിടുവിക്കുകയും അങ്ങ് ഞങ്ങളെ പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനപ്രകാരം അവരെ അങ്ങ് വിടുവിക്കുകയും അങ്ങ് അവരെ സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അതേ വചനം നമുക്കും പറയാം. എൻ്റെ കർത്താവ് എന്നെ എന്നാ ചെയ്യും? ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കുകയും അവൻ ചെയ്യും. അതുകൊണ്ട് അവൻ എന്നേക്കും എന്തു കൊടുക്കും? മഹത്വം. കരമുയർത്തി പറ, ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you. God bless you. God bless you.